ഗുഡ് മോർണിംഗ്. KCL ഓപ്ഷൻ ഡേ ആണ്. അപ്പോൾ താരങ്ങളെ റാഞ്ചാൻ കണക്കാക്കി ടീം ഉടമകൾ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. 10 മണിക്കാണ് തുടങ്ങുന്നത്. പക്ഷേ അതിന് മുൻപ് തന്നെ എത്തി കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുകയാണ്. എനിക്കൊപ്പം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ഉടമ അഡ്വക്കേറ്റ് സുഭാഷ് മാനുവൽ നമുക്കിപ്പോൾ ചേരുകയാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ തവണയും നമ്മൾ കണ്ട് സംസാരിച്ചതാണ്. ഇത്തവണ സംസാരിക്കുമ്പം ആദ്യം ചോദിക്കാനുള്ള ക്രിസ് ഗെയിൽ കേരളത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എത്തും. അതാണല്ലോ നമ്മുടെ ഈ വർഷത്തെ ഹൈലൈറ്റ്. അപ്പം അദ്ദേഹം വരാൻ സമ്മതിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ സീസണിൽ വന്നിരിക്കും. കളി നടക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടാകും ടീമിന് ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതെ, ഞങ്ങൾ ഡേറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ലണ്ടനിൽ ഇപ്പം എനിക്ക് തോന്നുന്നു സഞ്ജയോടെ 20th വരെ ഉണ്ടാകും. അപ്പം അതിന് മുമ്പ് പുള്ളി വരുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഓഗസ്റ്റിൽ എന്തായാലും ഒരു ഡേറ്റ്സ് എന്നൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇവിടെ വരുമെന്നുള്ളത് തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത്. കൊച്ചിയിൽ ക്രിസ് ഗെയിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചി ടീമിന് മാത്രമല്ല, അത് കേരള ക്രിക്കറ്റിനുണ്ടാക്കുന്ന വലിയൊരു മാറ്റം, ഒരു വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധിച്ചതിലുള്ള സന്തോഷം എത്രമാത്രമുണ്ട്? ഇതിപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തപ്പം പറയായിരുന്നു, ബ്ലൂ ടൈഗേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാ ക്രിക്കറ്റേഴ്സും സംസാരിക്കുന്ന ഒരു ടോപ്പിക്കായി എൻ്റെ അടുത്ത് സഞ്ജുവിനെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവർ പറയുമ്പോഴാണ് നമുക്കറിയുന്നത് അവിടെയൊക്കെ ഒരു ടോക്ക് നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് എനിക്കൊന്ന് കേരളത്തിന് മാത്രമല്ല, ഇത് ഓൾ ഓവർ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ലീഗ്സിൽ ഇതുപോലെയുള്ള ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ. കാരണം ഈ കുറേ ആൾക്കാർ അതിനുശേഷം പല ലെജൻസും ഞങ്ങളടുത്ത് അപ്രോച്ച് ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള സെയിം എന്താണിത്, എന്താ കാര്യങ്ങളൊക്കെ അവരുടെ മാനേജേഴ്സും ഒക്കെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഓവറോൾ ഈ പറഞ്ഞ ഒരു നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ലീഗ്സിന് ഒരു ഭയങ്കര ബൂം കൊണ്ടുവരുന്ന ഒരു സംഭവമായിട്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹം എത്തും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് തൽക്കാലം ഉറപ്പിക്കാം.